ഈശോയെ അറിയണം, പിതാവായ ദൈവത്തെ അറിയണം. പിതാവായ ദൈവത്തെ അറിഞ്ഞാൽ നമുക്ക് പുത്രനായ ഈശോയെ അറിയാൻ പറ്റും. പുത്രനായ ഈശോയെ അറിഞ്ഞാൽ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ അറിയണം, നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ? നമുക്ക് ഒരാളെ അറിയണം. എന്നാ ചെയ്യണം? ഇന്നത്തെ കാലത്താണെങ്കിൽ ഇപ്പം നമുക്ക് ഒരാളെ അറിയണം. ആരെയാ? നമുക്കൊരു ഉദാഹരണം പറഞ്ഞ ആരെയാണ്? നിനക്ക് ഇഷ്ടമുള്ള നടനാരാവുക? പൃഥ്വിരാജ്. നമുക്ക് പൃഥ്വിരാജിനെ അറിയണം. എന്നാ മാർഗം? ഒന്നീ പൃഥ്വിരാജിൻ്റെ ഫോൺ നമ്പർ കളക്ട് ചെയ്യണം, എന്നിട്ട് പുള്ളിയായിട്ട് കോൺടാക്ട് ഉണ്ടാക്കണം. നമുക്ക് അവനോട് ഒരു ഓഫറൊക്കെ പറയണം. പൃഥ്വിരാജ്, ഞാനൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിൽ പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ഇനാഗ്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവനായിട്ട് ബന്ധം സ്ഥാപിക്കും, അല്ലേ? രണ്ടാമത്, അവൻ്റെ സ്നേഹം നമ്മൾ തട്ടിയെടുക്കാൻ വേണ്ടി നമ്മളെടുക്കും. അവന് ഇഷ്ടമുള്ളത് നമ്മൾ കൊടുക്കും, അല്ലേ? പൃഥ്വിരാജിന് എന്താ ഇഷ്ടവും നമ്മൾ അനുസരിക്കും. അവൻ്റെ ഇഷ്ടം എന്നാ അനുസരിക്കും. എന്നിട്ട് ആ ഇഷ്ടം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. അന്നേരം സ്വാഭാവികമായിട്ട് നിന്നോട് അവന് ഇഷ്ടം തോന്നും. മനസ്സിലായോ? ഇതുപോലെയാണ് ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ഓരോ മക്കളും ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ആരാ? മോനോട് ഞാൻ ചോദിക്കുക, ഹൂ ആർ യു? നീ ആരാന്ന് ചോദിച്ചാൽ നീ അതിനകത്തും പറയും ദൈവത്തിന്റെ മകൻ.